ഞാൻ എന്തുകൊണ്ട് മത്സരിച്ചു എന്ന് ചോദിച്ചാൽ ഒരു പൊതുപ്രവർത്തനം എൻ്റെ രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു നിലയിൽ വേണമെങ്കിൽ പറയാം. ഞാൻ ജഡ്ജായി മത്സരിക്കണമെന്ന് തീരുമാനിച്ചത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ പല കോർട്ടിലും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ചില അനുഭവങ്ങൾ എനിക്ക് തോന്നി. ആ സമയത്ത് ആ കേസുകളൊക്കെ കേട്ട ജഡ്ജിമാരുടെ ഒരു സമീപനമായാലും ഒക്കെ തോന്നുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് കുറേയും കൂടി നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണ. ഏറ്റവും കുറഞ്ഞ പക്ഷം വരുന്ന ലിറ്റിഗൻസിന് കുറച്ചും കൂടി നീതി ലഭ്യമാകുന്ന നിലയിൽ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നിച്ച എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2020 ഞാൻ ആദ്യമായി മത്സരിക്കുന്നത്. ഇവിടെ 2 തരത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഒന്ന് പ്രൈമറി, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി വരാനുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അതും ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അതിന് പ്രൈമറി ഇലക്ഷൻ എന്ന് പറയും. മുഴുവൻ ജനങ്ങൾക്കും വോട്ട് ചെയ്യാം. പക്ഷേ ആ സമയത്ത് പ്രൈമറി ഇലക്ഷനിൽ ഒരാൾക്ക്, ഒരു വോട്ടർക്ക് ഒന്നെങ്കിൽ ഡെമോക്രാറ്റിക് പ്രൈമറി അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പ്രൈമറി, ഏതെങ്കിലും ഒരു പ്രൈമറിയിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിലവിലുള്ള സിറ്റിംഗ് ജഡ്ജിനെതിരെ, അദ്ദേഹം എൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ എൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും നിലയിൽ മെച്ചപ്പെട്ട ഒരു വർക്ക് കാഴ്ചവെക്കുന്നില്ല എന്നൊരു തോന്നിച്ച് എനിക്കുണ്ടായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ വരണം എന്ന ഒരു ധാരണയിൽ നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ പാർട്ടിയല്ല തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ട്രയൽ ഏറ്റവും കൂടുതൽ 2023-ലും 2024-ലും ഇപ്പോൾ 2025-ലും ഈ കൗണ്ടിക്കകത്ത് ഏറ്റവും കൂടുതൽ ജൂറി ട്രയൽ നടത്തിയത് ഞാനാണ്. അത് റെക്കോർഡാണ്. ഈ കൗണ്ടിയിൽ ഇതുവരെ ഒരു ജഡ്ജും 1976-ലാണ് ആദ്യമായി ഒരു ജില്ലാ കോടതി ഈ കൗണ്ടിയിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഇത്രയേറെ ജൂറി ട്രയൽ ഇതിനു മുമ്പ് ഒരു ജഡ്ജിന് നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ മർഡർ കേസസാണ്. പിന്നെ സെക്ഷൽ അസോൾട്ട്, റോബറി, ബർഗ്ലറി, മർഡർ. ഇവിടെ ജീവപര്യന്തം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല. ചിലപ്പോൾ ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവപര്യന്തം തന്നെയാണ്. ക്യാപിറ്റൽ മർഡർ കേസസ് അതിൽ മാത്രമാണ് അങ്ങനെ വധശിക്ഷ ഒന്ന് വരാവുന്നത്. ആ ടൈപ്പ് ഒരു കേസ് മാത്രമാണ് ഇതുവരെയായിട്ട് ട്രയലിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത 2 മാസത്തിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള 3 കേസസ് ട്രയലിന് വരാൻ വേണ്ടി പോവുകയാണ്. ഒരു ഇന്ത്യൻ സമൂഹം ഒരു വലിയ സപ്പോർട്ടാണ് എനിക്ക് തന്നത്. ഇവിടെ ജനങ്ങൾ എലക്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ്, ഒരു പാർട്ടി ബേസിൽ എലക്ട് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ജനങ്ങളുടെ ഇടയിൽ പോകാതിരിക്കാൻ പറ്റില്ല.